ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഒരുപാട് പേർക്ക് എത്ര പരിശ്രമിച്ച് കഴിഞ്ഞിട്ടും സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകാത്ത ഒരുപാട് പേരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത്, ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് ഒറ്റ കൈ കൊണ്ടൊക്കെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യണം. എന്നാലേ നമുക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റാതെ ഇടാനും സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാനും ബാലൻസ് ചെയ്തെടുക്കാനായിട്ടുള്ള 1-2 ട്രിക്കുകൾ നിങ്ങളെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ തുടക്കക്കാർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള ചില പോയിന്റ്സ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കൃത്യമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ടൈമിൽ ഒരു ബിഗിനറിനുള്ള ഒരു ചിന്തയാണ്, നമ്മളൊരു റോഡിൽ ഓടിച്ചു പോകുന്നു, മുന്നിലൊരു വളവ് അല്ലെങ്കിൽ ചെറിയൊരു തിരിവൊക്കെ കാണുമ്പോൾ സ്റ്റിയറിംഗ് ഒരുപാട് തിരിക്കണമെന്ന് പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നല്ല വളവുകളും ഒരു ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു ജംഗ്ഷനിലേക്കൊക്കെ ടേൺ എടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മുന്നിലുള്ള ചെറിയ വളവും തിരിവും വരുമ്പോൾ, നമ്മളിവിടെ ഇപ്പം വലത്തേക്കാണ് നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിയറിംഗ് ഇത്തരത്തിൽ ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ തന്നെ നമ്മളുടെ വാഹനം വലത്ത് തിരിഞ്ഞു തുടങ്ങും. തിരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ എപ്പോഴും റോഡ് വലത്തായിരിക്കുമോ? ഇല്ല, ചിലപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആവും. സ്ട്രെയിറ്റ് ആകുമ്പോൾ ഉടൻ തന്നെ നമ്മൾ പതിയെ ആ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി നേരെയാക്കി കൊടുക്കുക. ഇനി ഇടത്തേക്കാണ് ഒരു ചെറിയ തിരിവ് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇടത്തേക്ക് നമ്മളിത് ഇത്തരത്തിൽ തിരിച്ചു കൊടുക്കുക. ആ തിരിവ് മാറിയാൽ ഉടൻ തന്നെ നേരെയാക്കുക. അപ്പോൾ ഇതാണ് സ്റ്റിയറിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഓർക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളിൽ പല ആൾക്കാർക്കും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഗിയർ ഇടുമ്പോഴാണ് സ്റ്റിയറിംഗ് തെറ്റുന്നത്. അതായത് ഫസ്റ്റ് ഗിയറിൽ നിന്നും സെക്കൻഡ് ഗിയറിലേക്കും തേർഡിലേക്കും ഫോർത്തിലേക്കും ഇടും, അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴാണ് തെറ്റുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഒറ്റ കൈ കൊണ്ടുള്ള സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമ്മളുടെ കൈ ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ നമുക്കൊരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ക്ലച്ച് ചവിട്ടി അടുത്തൊരു ഗിയറിലേക്ക് ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ബാലൻസ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിട്ടുള്ള ഒരു ബാലൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ പിടിച്ചാണ്. ഇവിടെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ഈ ഒരു ഏരിയയ്ക്കൊന്നും ഒരുപാട് ബുദ്ധിമുട്ട് വരാതെ തന്നെ നമുക്കിത് ഇത്തരത്തിൽ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാം. നമുക്ക് ഇങ്ങോട്ടൊന്ന് തിരിക്കണം, ഇങ്ങോട്ടൊന്ന് തിരിച്ചിട്ടാണ് നമുക്ക് അടുത്തൊരു ഗിയറിലേക്ക് ഇടേണ്ടതെങ്കിൽ ഇത് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പിടിക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കുന്നു, ക്ലച്ച് നയിക്കുന്നു, വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്തു പോകാം. ഇനി നിങ്ങൾ ഇടുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഗിയർ ലിവറിലേക്കുള്ള നോട്ടം മാറ്റിയിട്ട് റോഡിലേക്ക് നോക്കിക്കൊണ്ട് ഗിയർ ഇടാനായിട്ട് ശ്രമിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടിയായിട്ട് നമ്മൾ ഓടിച്ചു പോവാണ്. ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിലായിട്ട് നമുക്കിത് ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു തിരിവാണ് വരുന്നത്. റൈറ്റ് സൈഡിലേക്കുള്ള ഒരു തിരിവ് നമുക്ക് വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ നേരെയാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പൊടിക്ക് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം? റോഡിലായിരിക്കണം. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്തൊരു ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ നോട്ടം റോഡിലേക്കായിരിക്കണം. അപ്പോൾ കൂടുതൽ വണ്ടി ഈ സൈഡിലേക്ക് പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ നോട്ടം ഇങ്ങോട്ടാക്കുക, കൈ ഇവിടെ കൊണ്ട് ബാലൻസ് ചെയ്യുക. പ്രധാനമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോളിന് കൂടുതലായിട്ടുള്ള ഒരു ശ്രദ്ധ നൽകിക്കൊണ്ടാണ് ഗിയർ ഇടുന്നതെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, ഞാൻ കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോളിലേക്കുള്ള ഒരു ശ്രദ്ധ പോകുമ്പോൾ എൻ്റെ ഗിയർ ഇടുന്നത് തെറ്റിപ്പോകും. ഇത് പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഗിയർ തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, പരമാവധി വളവിലും തിരിവിലും ഗിയർ ഇടാൻ
ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഗിയർ ഇടാതെ ഓടിക്കുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഒരു വാഹനത്തെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നു. എടുത്താൽ ഉടൻ തന്നെ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തിന് കുറച്ചൊരു മൂവ്മെൻറ്റ്സ് നൽകുക. അപ്പോൾ നമ്മുടെ വണ്ടി ആക്സിലറേഷൻ കൊടുക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ്സിൽ ഒരു 20 കിലോമീറ്റർ സ്പീഡിലാണ് കൊടുക്കുന്നതെങ്കിൽ അത്രയധികം ദൂരം നമ്മുടെ വണ്ടി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്തും വണ്ടി ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ പെട്ടെന്ന് ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഇടുക. അപ്പോൾ ഓൾറെഡി വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കുക. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് കുറച്ച് റണ്ണിങ് കൊടുക്കുക. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്തും വണ്ടി ഉരുണ്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ക്ലച്ച് പിടിക്കുക, ഗിയർ ഇടുക, ഒപ്പം സ്റ്റിയറിംഗും കൂടെ ശ്രദ്ധിച്ചാൽ തെറ്റത്തില്ല. നമുക്കിവിടെ ആക്സിലറേഷൻ ആ സമയത്ത് കൊടുക്കേണ്ടി വരില്ല. ഇനി പലർക്കും ഗിയർ ഇടുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗിയർ ഡൗൺ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളൊരു തേർഡ് ഗിയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിലൊരു കയറ്റം അല്ലെങ്കിൽ മുന്നിലൊരു ഗട്ടർ കണ്ടു. ഇങ്ങനെ ഒരു ഗട്ടറോ ഒക്കെ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പെട്ടെന്ന് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഗട്ടർ അവിടെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ തേർഡിൽ പോകത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് നേരത്തെ ബ്രേക്കിൽ വന്ന് വാഹനം സ്ലോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നേരത്തെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റത്തില്ല, ഗിയറും തെറ്റത്തില്ല. അപ്പോൾ ഈ കാര്യം പ്രോപ്പറായിട്ടൊന്ന് ഓർക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടെ പറയാം. നിങ്ങളെപ്പോഴും വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ നേരെയാകുന്ന പൊസിഷനിൽ നമ്മൾ എത്ര തിരിച്ചാൽ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിയുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഒടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 റൗണ്ട് ഒടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ എംബ്ലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഞാൻ ഒരു റൗണ്ട് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു റൗണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞാനൊരു 1/2 റൗണ്ടും കൂടെ തിരിക്കുമ്പോൾ തന്നെ ഇവിടം ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ലോക്കായി 1.5 അല്ലെങ്കിൽ 1.25 റൗണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ വീണ്ടും ഒരു 1/2 റൗണ്ട് തിരിക്കുന്നു. വീണ്ടും ഞാനിത് ഇവിടെ ഒരു റൗണ്ട് തിരിച്ചപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ ടയർ നേരെയായിട്ടുണ്ട്. അപ്പോൾ 1.5 റൗണ്ടാണ് സെൻറ്ററിൽ നിന്ന് ഇടത്തേക്കുള്ള പൂർണ്ണമായിട്ടുള്ള ഒടിവ് വരുന്നത്. അപ്പോൾ 1.5 റൗണ്ട് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ 1.5 തന്നെ നമ്മൾ നേരെയാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വലത്തെ സൈഡിലേക്ക് 1.5 തിരിച്ചു പിടിക്കണം. അപ്പം നമുക്ക് കറക്റ്റ് കിട്ടും. ഇനി വലത്തെ സൈഡിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ 1.5 റൗണ്ട് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ടുള്ള ടയർ ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 റൗണ്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെയും കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ മൈൻഡിൽ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ നേരെയുള്ള റോഡിലൊക്കെ ലഭിക്കും. ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ടേൺ എടുക്കുമ്പോൾ പല ആൾക്കാർക്കും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് നമ്മളിങ്ങനെ തിരിഞ്ഞു കയറുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്യുക. വാഹനത്തിൻ്റെ വേഗത സ്ലോ ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പതിയെ തിരിച്ചാൽ മതി. വാഹനത്തിൻ്റെ വേഗത കൂടുതലുള്ള സാഹചര്യങ്ങളിൽ സ്റ്റിയറിംഗും അതനുസരിച്ച് നമ്മൾ വേഗത്തിൽ തിരിക്കേണ്ടി വരും. അപ്പോൾ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് കയറുന്ന സമയത്ത് സെക്കൻഡ് ഗിയറൊക്കെ പരമാവധി കൊടുക്കാതെ പരമാവധി ഒരു ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഒരു ബിഗിനർ തിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റു റോഡിലേക്കാണ് തിരിയുന്നതെങ്കിൽ പൂർണ്ണമായിട്ട്, ഇപ്പോൾ ഇടത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ തിരിക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിങ്ങനെ റോഡിലേക്ക് തിരിഞ്ഞ് കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആക്സിലറേഷൻ പതിയെ കുറയ്ക്കുക. അതായത് റോഡിലേക്ക് തിരിഞ്ഞ് കയറി എന്ന് തോന്നി കഴിയുമ്പോൾ ആക്സിലറേഷൻ പതിയെ കുറച്ചിട്ട് എന്ത് ചെയ്യണം? സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കുക. പല ആൾക്കാരും എന്ത് ചെയ്യും? ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കുന്നതുകൊണ്ട് മറ്റു റോഡിലേക്ക് കയറുമ്പോൾ വണ്ടിയുടെ വേഗത കൂടും. പെട്ടെന്ന് സ്റ്റിയറിംഗ് നേരെയാക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇടത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ വണ്ടി ഇങ്ങനെ ഇടത്തോട്ട് തന്നെ തിരിഞ്ഞ് അവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയി ഇടിക്കും. അപ്പം അങ്ങനെയുള്ള റോഡിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ്റെ കൺട്രോളിങ് വേഗത കുറച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റോഡിൽ തിരിയുന്ന സമയത്തുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത്? അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൈ പിടിക്കാനായിട്ടുള്ള ഒരു റൂള് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് 9-3 പൊസിഷനാണ്. അതായത് 9-3 പൊസിഷൻ, അതായത് സ്റ്റിയറിംഗിൽ ഏകദേശം ഈ പിടിക്കുന്ന രീതിയാണ്. പിന്നെയുള്ളത് 10-10 പൊസിഷനാണ്. അപ്പം നമുക്ക് ഈ 2 പൊസിഷനിലും ഡ്രൈവ് ചെയ്യാം. പരമാവധി സിംഗിൾ ഹാൻഡ് ഒഴിവാക്കുക. നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിലൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ജസ്റ്റ് ഈ പൊസിഷനിലാണ് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ തിരിക്കാം, നേരെയൊക്കെ ആക്കി ഇങ്ങനെ പോകാം. നല്ല തിരിവുകൾ വരുന്ന സന്ദർഭങ്ങളിൽ 9-3 പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തെടുത്ത് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തിരിക്കാൻ കഴിയും. അപ്പോൾ ഈ
കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു അറിവ് നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇതൊന്ന് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.